എല്ലാവർക്കും പ്രിയാസ് തട്ടിക്കൂട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് പനീർ വെച്ചിട്ടൊരു കറിയാണ്. പനീർ ചുക്കയാണ് ഉണ്ടാക്കാൻ പോണത്, ആലു പനീർ ചുക്ക. അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് പനീർ വേണം. ഇതൊരു പനീറിൻ്റെ 200 ഗ്രാം ഉള്ള ഒരു പാക്കറ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്തിനാണ് ഒഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് നിങ്ങൾ ഇത്ര അധികം വെളിച്ചെണ്ണ ഒഴിച്ചതെന്ന് വിചാരിക്കേണ്ട, നമുക്ക് അതിനുള്ള പണി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പനീർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ലോണം ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. കണ്ടില്ല, അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു യെല്ലോ കളർ പോലെ വന്നിട്ടുണ്ട്, അതേപോലെ എടുത്താൽ മതി. ഇനി ഇത് 3 സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വലിയ സവാളയാണെങ്കിൽ നിങ്ങൾ 2 എടുത്താൽ മതി. ഇതൊരു മീഡിയം അളവുള്ള 3 സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി സവാള വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതാണ് ഇതിൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത്. നമുക്കിതേ സവാള ഈ ലെവലിലായിട്ട് വരണം. അതായത് നമ്മളിപ്പോൾ നെയ്ച്ചോറിനും ബിരിയാണിക്കൊക്കെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വറുത്തെടുക്കുമല്ലോ, അതേപോലെ നമ്മളൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായിട്ട് വരണം. ഇതുപോലെ. അതാണ് ഈ കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ചുക്ക ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉള്ളി ഇത്രയ്ക്കും വറുത്തെടുക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു 4 പച്ചമുളക് ഞാൻ നീളത്തിൽ കീറിയതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് 1 തക്കാളി. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറണ വരെ നമ്മളത് വഴറ്റി കൊടുക്കണം. ഇനി തക്കാളി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത്രയാണ് നമ്മൾ പൊടികളായിട്ട് ചേർക്കുന്നത്. എന്നിട്ട് ആ പൊടികളുടെ പച്ചമണം നല്ലോണം മാറണം. ഈ തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് വരണം. അതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. ഇനി ഒരു 10 കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ തീയെ ചെറുതാക്കിയിട്ട് വെക്കണം. ഇനി 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം, തക്കാളി ഒന്ന് വെന്ത് വരണം. നിങ്ങളിപ്പോൾ ഇത് ചിക്കനിലാണ് വെക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ചിക്കനിൽ നിന്ന് നമുക്ക് വെള്ളം തന്നത്തെ ഇറങ്ങി വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ പനീറായ കാരണം കൊണ്ടാണ് നമ്മളതിൽ വെള്ളം ഒഴിച്ചത്. പിന്നെ കുറച്ച് ഗ്രേവി ടൈപ്പായിട്ട് ഇഷ്ടമുള്ളവർക്ക് വെള്ളം ഒഴിച്ചാലാണ് നമുക്ക് ആ ഗ്രേവി ടൈപ്പ് കിട്ടുള്ളൂ. ഇത് 1 ഉരുളൻകിഴങ്ങാണ്, ഒരു മീഡിയം വലുപ്പമുള്ള ഉരുളൻകിഴങ്ങ്. അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഈ ഉരുളൻകിഴങ്ങൊന്ന് വെന്ത് വരണമല്ലോ. ഇനി ആ ഉരുളൻകിഴങ്ങിലേക്കും കൂടിയിട്ട് ആവശ്യമുള്ള ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ കറി നമുക്ക് ചപ്പാത്തിക്കൊപ്പം പിന്നെ നെയ്ച്ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള കറിയാണിത്. ഇപ്പോൾ വെജിറ്റേറിയൻസിന് നെയ്ച്ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റുമോ ഈ കറി? അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഇട്ട് കൊടുക്കാം. ഈ പനീർ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ ഈ പനീറിലേക്കൊക്കെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരും. ഇത്രയേ ഉള്ളൂ പണി. നല്ല എളുപ്പത്തിലും അതേപോലെ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. കൂട്ടത്തിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.